GEC ചൂസ് ചെയ്തിട്ട് എനിക്കിതൊരു റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോഴും പ്ലേസ്മെന്റ് സപ്പോർട്ട് ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു കമ്പനിയിലായിരിക്കും ആക്കുന്നുണ്ടാവുക. ഹായ്, എൻ്റെ പേര് ഹബ്സ. ഞാൻ GECയിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ മന്ദാര വുമൻസ് വെൽനെസ്സിൽ GRE ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കരിയർ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിന്ന കമ്പനിയിൽ നിന്ന് ഒന്ന് സ്വിച്ച് ചെയ്തതാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ബാച്ചിലൊക്കെ കോളേജ് ടൈമിൽ ഉണ്ടായിരുന്ന സമയം, കൊറോണ ബാച്ചിലായിരുന്നു എൻ്റെ കോളേജ് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ കോളേജിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസ്, പ്രോഗ്രാംസ്, കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ GECയിലേക്ക് വന്നതിന് ശേഷമാണ് അവിടെ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കരിയർ ആയിക്കോട്ടെ, കരിയർ ഗ്രോത്തിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ നല്ല മെന്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. എല്ലാ കാലത്തും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട്, ഈവൻ മോക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങൾ, ഞാൻ ഇതൊരു ഇന്റർവ്യൂസ് കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം GECയിൽ വന്നതിന് ശേഷം എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോഴും പ്ലേസ്മെന്റ് സപ്പോർട്ട് എവിടെയെങ്കിലൊക്കെ ഒരു കമ്പനിയിലായിരിക്കും ആക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒരു പേരിന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, കുറെ കമ്പനീസ് അങ്ങനെയൊക്കെ ചെയ്തേ എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു അവിടെ നിന്ന് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഗ്രോത്ത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ GECയിൽ കയറിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പം മന്ദാര എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവരത്രയും സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഏത് ടൈമിൽ ഹെൽപ്പ് ചോദിച്ച സമയത്തും അവർ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. GEC ചൂസ് ചെയ്തതിൽ എന്തായാലും എനിക്കൊരു റിഗ്രറ്റ് ഇല്ല, അതെനിക്ക് 100% ഉറപ്പാണ്. GECയിൽ വന്നതിന് ശേഷം എന്തായാലും എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, കരിയർ ഗ്രോത്തിലാണെങ്കിലും എല്ലാത്തിലും. അപ്പം അതിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്.